ഹലോ ഹായ്, നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിന്ന് പുറത്ത് പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഓണമൊക്കെ വരുമ്പോൾ വെയിലൊക്കെ ഉദിക്കും, നല്ല നല്ല സമയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പം മഴയാണെന്ന് വിചാരിച്ചിട്ടിരുന്നാൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികളൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടുത്തരേണ്ടി വരും. ആ മണ്ണുത്തിയിലെ ഞങ്ങളെല്ലാവരും ഇതുപോലെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോൾ വന്നാലും വെജിറ്റബിൾ സീഡ്ലിങ്സ് നിങ്ങൾക്ക് തരാനായിട്ട്. വേണ്ട ഇതും അതേ സെയിം പ്രൈസ് തന്നെ. പിന്നെ അത് വഴുതന, പാവല്, പടവലം, പച്ചമുളക്. ഇവിടെ നിന്ന് ആൾക്കാർ എങ്ങനെ വാങ്ങിക്കൊണ്ട് ഒന്നിച്ച് കുറേ അധികമായിട്ട് രണ്ടും ഉണ്ട്. ഇതിവിടെ ഒരുപാട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഹോൾസെയിലായിട്ടാണ് ധാരാളമായിട്ട് വാങ്ങാം. അതല്ലാതെ 2 എണ്ണം വേണമെങ്കിലും ഒരിടത്ത് തരും. എവിടെ നിന്നാ അത് കൊണ്ടുവരണേ? ചിയാരത്ത് മുളപ്പിച്ച് കൊണ്ടുവരണ്ട. അതായത് ചിയാരം ഇവിടെ അടുത്തുള്ള കുറച്ച് ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള സ്ഥലമാണ്. അവിടെ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ ഇതുപോലെ പച്ചക്കറി സീഡ്സ് പാകി മുളപ്പിച്ച് ട്രേസിൽ മുളപ്പിച്ച് അതിവിടെ ഔട്ട്ലെറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഹോൾസെയിൽ റേറ്റും മറ്റേ റേറ്റും വ്യത്യാസമുണ്ട്. ഹോൾസെയിൽ റേറ്റിന് ഒരു നല്ല കുറവ് പൈസയ്ക്ക് കിട്ടും. സിംഗിളായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ 3 കളർ ക്യാപ്സിക്കം ഈ 2 എണ്ണം വീതമാണ് വാങ്ങിയത്. അത് അപ്പം 5 രൂപ വെച്ചാണ് എനിക്ക് കിട്ടിയത്. 6×5 30 രൂപ ഞാൻ പേ ചെയ്തു. കയ്പ, അതുപോലെ തന്നെ കുമ്പളം, മത്തൻ, വെണ്ട, ചോളം, അതുപോലെ പൊന്നാങ്ങ, ഇതുപോലത്തെയാണ് സൈസ്, സെൻഡിങ് സൈസ്. ഇത് ലീഫ് ഗാർഡനിങ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഉള്ളതാണ്. ഇത് മണ്ണുത്തി സെന്ററിലെ ഔഷധ ചെടി അയ്യപ്പാന. അത് ശരി. ഇത് ചോളം, വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ. എത്ര രൂപ? 20 രൂപ. 6-7 തരം. ഇത് കുമ്പളം, പിന്നെ മത്തൻ, വാഴ, പപ്പായ, റെഡ് ലേഡി. ഇതൊക്കെ പിന്നെ പയറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാ, അമര പയറ്. പിന്നെ വിത്തുകൾ ഏതൊക്കെയുള്ള? ഏതൊക്കെ പച്ചക്കറികളെല്ലാ തരം ഉണ്ട്. പയറ്, വെണ്ട, ചീര, തക്കാളി, മുളക്, വഴുതന, പാവല്, പടവലം എല്ലാ സാധനവും. അപ്പൊ ഇതൊക്കെ ഒരു പാക്കറ്റിനൊക്കെ എത്ര? അതായത് ഒരു സിംഗിൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് 10 രൂപ. പിന്നെ പൂക്കളുടെ ആണെങ്കിൽ 15 രൂപ. ഒരു പാക്കറ്റ്. അപ്പൊ ഇത് ഹൈഡ്രാഞ്ചിയ, കോഴിവാലൻ. പിന്നെ അതുപോലെ തന്നെ ഇത് അതൊക്കെ ഒരു പാക്കറ്റിന് 15 രൂപ. അത് വേണമെങ്കിൽ അയച്ചു കൊടുക്കും, അതും അയച്ചു കൊടുക്കും. അപ്പൊ 40 രൂപയ്ക്ക് കൊറിയർ ചാർജ് വരുള്ളായിരിക്കും. പോസ്റ്റലല്ലേ അയക്കുന്നത്? 35. അത് വേണം, അതല്ലെങ്കിൽ നമുക്ക് ഇതില്ല. 100 രൂപയ്ക്ക് എന്ന് പറയുമ്പോ എത്ര തരമൊക്കെ? 15, 4, 60, 15, 70, 8 എണ്ണെങ്കിലും ഓർഡർ ചെയ്യണം അല്ലേ? പച്ചക്കറിയുടെ ഓരോ പാക്കറ്റ് 10 രൂപ. ഇതുകൾ ഫ്ലവേഴ്സിനാണ് 15 രൂപ. പിന്നെ ഇവിടെ ഇതുകൾ എന്താണ്? ജൈവ കീടനാശിനി. പിന്നെ ഉറുമ്പിന് അടിക്കുന്നത്, ഈച്ചക്ക് അടിക്കുന്നത്, അങ്ങനെ സാധനങ്ങൾ. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗ്, വളം, എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? കടയുടെ പേരൊന്നുകൂടി പറഞ്ഞു. സൗത്ത് മലബാർ. അതൊന്ന് പറഞ്ഞോ. അത് സൗത്ത് മലബാർ അഗ്രി ഫാം, മണ്ണുത്തി, മര്യാദമൂല. മണ്ണുത്തി സെന്ററിൽ നിന്ന് കഷ്ടി ഒരു 1 കിലോമീറ്റർ ദൂരമുള്ള കാട്ടുകര മണ്ണുത്തി റോഡ്. അപ്പൊ ഇത് അയച്ചും കൊടുക്കും. നമ്മളോട് കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാം. ഹോൾസെയിലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഈ ഓണത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് കുറെ പേര് ഇപ്പൊ ആവശ്യക്കാരുണ്ട് ഈ തരം സാധനങ്ങൾക്ക്. അപ്പൊ കുറെ പേര് വിത്ത് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല മുളയ്ക്കോ. ഗ്യാരണ്ടി. സ്ഥിരമായിട്ട് 10-30 വർഷമായിട്ട് വിത്ത് കൊടുക്കണം. വിത്ത് മുളപ്പിച്ച് വിത്ത് മാത്രമേ കൊടുക്കുള്ളൂ. മിനിമം ഒരു 70-80% മിനിമം മുളയ്ക്കും.
ഇവർ തന്നെ വിത്ത് പാകി മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുകയും പിന്നെ വിത്തായിട്ട് തന്നെ സെയിൽ ചെയ്യുകയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.